ഹായ് ഓൾ, അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു സ്പെഷ്യൽ കാര്യം കുറേ ദിവസമായിട്ട് പറയണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം ഞാനിവിടെ പറയാനും വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ന് പറയുമ്പോൾ മൊത്തം 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയൊരാളും കൂടിയുണ്ട്. ഞാനും പിന്നെ 5 മക്കളും, അങ്ങനെ 6 ആയിരുന്നു. ഇപ്പോൾ 7 പേരാണ് നമ്മുടെ വീട്ടിൽ താമസം കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു 3 വർഷം മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. എൻ്റെ ഉപ്പുള്ള സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ആണ്. അതിൻ്റെ ഒരു തുടക്കം കുറിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഈ ആരോരും ഇല്ലാത്തവർക്ക് ഒരു ആശ്രയം എന്ന നിലക്ക് അവിടെ ഒരു വീടെടുക്കണം, എന്നിട്ട് അവർക്ക് വേണ്ട സൗകര്യമൊക്കെ അവിടെ ചെയ്തു കൊടുത്തിട്ട് അവരൊന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നവരെ അവരവിടെ താമസിപ്പിക്കണം എന്നൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് പിച്ച വെച്ച് ചെയ്യാതെ അറിയില്ലേ, പിച്ച എടുക്കലല്ല കേട്ടോ, പിച്ച വെച്ച് ഷൂ ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഷൂ റാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പണ്ട് മുതലേ ഓരോ കാര്യം മെല്ലെ മെല്ലെ പതിയെ അങ്ങനെ സ്വരുക്കൂട്ടി കൊണ്ടുവന്നതാണ്. അല്ലാതെ പലരും പറയുന്ന പോലെ ആർഭാടം എന്നൊന്നല്ല, നമ്മുടെ ഉള്ളതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു എന്ന് മാത്രം. അപ്പോഴേ നമ്മുടെ മറ്റേ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ആരോരും ഇല്ലാത്തവർക്ക് ഒരു ആശ്രയമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യണം എന്നുള്ളത്. അതെന്തോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുറേ കാലമായിട്ട് കിടക്കുന്ന, എൻ്റെ ബുദ്ധി വെച്ചപ്പോൾ തൊട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. ഈ ആരോരും ഇല്ലാത്ത ലേഡീസിന്, പിന്നെ വയസ്സായ ഉമ്മമാർ ഒക്കെ ഉണ്ടാവില്ലേ, ഭർത്താക്കന്മാരില്ലാത്തവർ, ഒരു നേരം എവിടെയും കയറി കിടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ജീവിതം മടുത്തു എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് പറ്റുന്ന പോലെ ചെറിയൊരു ആശ്രയമാവുക എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ അതിന് ശേഷം എൻ്റെ വാപ്പൊക്കെ മരിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത്, ഒരു ഗവൺമെൻറ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇതുപോലെ താമസിക്കാൻ ഒരു ഇടമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ സ്വന്തം കാലിൽ, അതായത് അവർക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് ജീവിക്കാൻ പറ്റും എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൈത്തൊഴിലൊക്കെ പഠിപ്പിച്ചിട്ട് അവർക്ക് ഓക്കെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്ന പോലെ, അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥാപനം ട്രസ്റ്റിൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെയും അത് കംപ്ലീറ്റ് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6-7 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ എടുക്കും കേട്ടോ. പക്ഷേ അപ്പോഴേക്കും ഞാനും കുറേ പ്രോബ്ലംസ് കാര്യങ്ങളിൽ ഒക്കെ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ, കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 2 വീക്സ് മുമ്പായിട്ട് എനിക്കിങ്ങനെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഒരു ഇത്താത്തയാണ്, അവർക്ക് കയറി കിടക്കാൻ ഒരു ഷെൽട്ടർ വേണം എന്നതായിരുന്നു ആവശ്യം. അപ്പോൾ എന്നെയാണെന്നുണ്ടെങ്കിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടോ എനിക്ക് അത് നോ പറയാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ അവരായിട്ട് സംസാരിച്ചു. അപ്പോൾ ഏതായാലും വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വരുമാനവും വേണം. വെറുതെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഷെൽട്ടർ, ഫുഡ്, അതായത് അക്കമഡേഷൻ, ഫുഡ് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആവശ്യം. സമാധാനത്തോടു കൂടി സേഫ്റ്റി ആയിട്ട് ഇരിക്കാനൊരു സ്ഥലം എന്നുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ നിർത്തുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനവും വേണം എന്ന നിലക്ക് ചെറിയൊരു എന്താ പറയുക വരുമാനവും കൊടുത്തുകൊണ്ട് അവരെ നിർത്താമെന്ന് അങ്ങനെ തീരുമാനിച്ച്, അങ്ങനെ അവർക്കും ഒരു കൂട്ടിനൊരാൾ എന്ന നിലക്ക് ഞാനും എൻ്റെ മക്കളും, ഞങ്ങൾക്കും കൂട്ടിനൊരാൾ എന്ന നിലക്ക് ഇപ്പോൾ അവർ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലാണ് അയത്താത്ത ഉള്ളത്. 2 വീക്സിൻ്റെ മുകളിലായിട്ടോ അവർ വന്നിട്ട്. അവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ കൂടെ. ഇപ്പോൾ നമ്മുടെ മക്കളുടെ കൂടെ, മക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കും മെയിൻ എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് താങ്ങാവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ. ഇതൊരു വെള്ളിയാഴ്ച ആയിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ സുഹൃത്ത് കഹഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ എൻ്റെ പണികളും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത്താത്ത അവിടെ ഉള്ള വിശേഷങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഈ ക്ലിപ്സിൽ കൂടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ പണി കാര്യങ്ങളൊക്കെ അപ്പുറത്ത് അവർ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 4-5-6 ദിവസങ്ങൾക്ക് മുമ്പത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറേ ഇങ്ങനെ ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് വെക്കും, ചിലപ്പോൾ ഇടൂല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പോകും.
അപ്പോൾ അന്നത്തെ ഫുഡിൻ്റെ ഇത് മീൻ പൊരിച്ചത്, പിന്നെ നല്ല പരിപ്പ് കറി കാര്യങ്ങൾ ഒക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ എൻ്റെ കൂടെ ഞാൻ ഒരാൾക്ക് ഷെൽട്ടർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി ഒരുപാട് പേർക്ക് അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവരും ഇരുത്തും എന്നൊന്നും അർത്ഥമാക്കണ്ട, അങ്ങനെ ആരും വിചാരിക്കണ്ട. ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന ഒരാളെയെങ്കിലും എൻ്റെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളൊരു കാര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ കൂടുതലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥാപനം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അങ്ങനത്തെ നമ്മുടെ ട്രസ്റ്റിൻ്റെ, അതായത് ചാരിറ്റിയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അവിടെ ആ ഒരു നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് താമസിക്കുന്നവർക്ക് വെറുതെ 3 നേരം ഭക്ഷണം കൊടുത്ത് എന്തിനോ വേണ്ടി ജീവിക്കണമെന്നുള്ള പോലെ ഒരു ഇതാക്കി മാറ്റാതെ അവർക്കും സ്വന്തം കാലിൽ നിൽക്കണം, അവരെ കൊണ്ടും വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നൊരു ബോധത്തോടു കൂടെ അവരെ നമ്മൾ ചേർത്തി കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ ഉദ്ദേശിച്ചത് തയ്യൽ പഠിക്കാൻ താല്പര്യമുള്ളവരെ തയ്യൽ പഠിപ്പിക്കുക, മെഷീൻ വാങ്ങുക, അവിടെ ആരെങ്കിലും കൊണ്ടുവന്ന് പഠിപ്പിക്കുക. ഇപ്പോൾ കോഴി വളർത്താൻ താല്പര്യമുള്ളവർക്ക് കോഴി വളർത്തി ഇപ്പോൾ അതിന് മുട്ട വിറ്റ് ജീവിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ, ആട് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആട് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആടിൻ്റെ പാല് വിറ്റ് അങ്ങനെ ജീവിക്കാം. അങ്ങനെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കൈത്തൊഴിലുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്കൊരു ഇത് കൊടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാണ്. ഈ ഓരോ കാര്യങ്ങളുടെ ഇടയിൽ നമുക്ക് പ്രൊമോഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും കടന്നു പോകുന്നത്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കിളിക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പലരും എനിക്ക് വട്ടാണോ ഇത്രയും വലിയ കിളിക്കൂട് ഉണ്ടാക്കുന്നതെന്നൊക്കെ വേണ്ടി ചോദിച്ചവരൊക്കെ ഉണ്ട്. ആക്ച്വലി എൻ്റെ മനസ്സിൽ വേറൊരു നിയത്തും കൂടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആട് വളർത്തുന്നവർക്ക് ആ ഒരു സംവിധാനം നമ്മൾ ട്രെയിനിങ് കാര്യം കൊടുക്കുന്ന പോലെ കോഴി വളർത്തുന്നവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഈ ഒരു കിളിക്കൂട് എന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിൽ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് ആ ഒരു സമയത്ത് എന്താണോ അവിടെ വരുന്ന ആൾക്കാർക്ക് താല്പര്യം അതിനനുസരിച്ച് അവർക്ക് അത് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വന്നിട്ട് ഇപ്പം തന്നെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചതെന്ന് വെച്ചാൽ മറ്റേ പണി ഒരുപാട് ലേറ്റാവും. അപ്പോൾ അതിന് ശേഷം അവിടെ ചെയ്യുന്നതിനേക്കാളും ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്കും ഇപ്പോൾ മക്കളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കുന്നത് ഈ ഒരു ചെറിയൊരു കൂടാണ്. ചെറുത് പറഞ്ഞാൽ അത്യാവശ്യം വലുത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ അത്രയും ഇല്ല. ചെറിയൊരു കൂട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കോഴികളെ വളർത്താൻ വേണമെന്നുണ്ടെങ്കിൽ കിളികളെ വളർത്താം. അങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടത്. പിന്നെ ഇപ്പുറത്ത് ദപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കിച്ചണിലേക്ക് തൽക്കാലം വലിയ കിച്ചണും സംവിധാനമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു ടേബിൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു ടേബിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ടേബിളിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്ലാബ് കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങിയിടണം കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ക്ലോത്ത്സ്, പിന്നെ ഓരോരുത്തർ ഉപയോഗിച്ചിട്ട് വേണ്ടാത്തത് പോലെയുള്ള കുറേ വീട്ടുപകരണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർക്ക് താമസ സൗകര്യം കൊടുക്കുക, ഫുഡ് ഇതാക്കാനുള്ള സൗകര്യം, അതായത് ഭക്ഷണ കിറ്റുകളൊക്കെ നമ്മൾ തീരെ കഴിവില്ലാത്ത ആൾക്കാർക്ക് വിതരണം ചെയ്യുമായിരുന്നില്ലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസും സ്റ്റോറേജ് സ്പേസും പിന്നെ തീരെ ആശ്രയമില്ലാത്ത ആൾക്കാരെ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷെൽട്ടറും എന്നൊക്കെ, അതായത് ഒരു ഹോം നേഴ്സിനെയൊക്കെ വെച്ച് നമ്മുടെ അച്ഛമ്മനെ പോലെയുള്ളവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നിടത്ത് നിന്ന് വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഷെൽട്ടർ എന്ന നിലക്ക് നമുക്ക് ചെയ്യാം. പിന്നെ മക്കളെയും കൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല, ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു ഷെൽട്ടർ, ഇതൊക്കെയായിരുന്നു ഉദ്ദേശം. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും നിയത്ത് ചെയ്ത ആ ഒരു കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുക, പിന്നെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് അവർ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോട്ടെ. എനിക്കിതൊന്നും ഇനി പറ്റൂല, എനിക്ക് ആദ്യത്തെ പോലെ ആക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് കുറച്ച് ഇനി പീസ്ഫുൾ ആൻഡ് സമാധാനമായിട്ട് അധികം പണിയെടുക്കാതൊക്കെ ജീവിക്കണം എന്നൊക്കെ ഒരു തോന്നൽ വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ ടയേർഡ് ആവുന്ന സമയത്ത് ഇനി എനിക്ക് പറ്റൂല എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇനി ഞാനിതൊക്കെ അങ്ങോട്ട് ആ ഒരു രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്. കാരണം നമ്മൾ എത്ര തന്നെ നന്മ ചെയ്ത് കഴിഞ്ഞാലും പല ഭാഗത്തുനിന്നും നമ്മുടെ അധ്വാനത്തിന് തീരെ ഇല്ലാതാക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്തിൻ്റെ ആവശ്യമാണ് എനിക്കിതിൻ്റെ എന്ന് തോന്നൂലേ. അങ്ങനെ തോന്നിയതിൻ്റെ പുറത്തായിരിക്കാം മേ ബി ഇങ്ങനെയും
ഒരു ചിന്ത വന്നത്. എന്തായാലും ഞാൻ നിയത്ത് ചെയ്തൊരു കാര്യം തുടങ്ങി വെക്കും. അതാരെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ ചിലപ്പോൾ ഏറ്റെടുത്ത് നല്ല രീതിക്ക് നടത്താൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതാരാണെങ്കിലും നടത്തിക്കോട്ടെ. എനിക്ക് ഈ പറയുന്ന പോലെ പേരും വേണ്ട, പ്രശസ്തിയും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ മനസ്സിലുള്ള നിയത്ത് എന്തായിരുന്നോ അത് ഞാൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പൂർത്തിയാക്കിയതിൻ്റെ കൂലി പടച്ചോൻ എന്തായാലും എനിക്ക് തരുമായിരിക്കും. കുറേ പേര് ജീവിതവും ജീവനുകളും രക്ഷപ്പെടുവാണെങ്കിൽ അങ്ങനെ രക്ഷപ്പെടട്ടെ. അവരുടെയൊക്കെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രാർത്ഥന റബ്ബ് എന്തായാലും എനിക്കും എൻ്റെ മക്കൾക്കും അവിടെ തരുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു കൂട് ഞാൻ അതിന് വേണ്ടി ആടോ അല്ലെങ്കിൽ കോഴിയോ അതുപോലെ അവർക്ക് വളർത്താനും ആ സ്ഥാപനത്തിനും വേണ്ടിയിട്ട് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ ട്രസ്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യങ്ങൾക്കും അവിടുത്തെ സ്റ്റാഫിന് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു വാഹനം അതേപോലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, 2 വീലർ. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്ന് ഞാൻ അതിൽ നിന്നും പിന്മാറുന്നു ആ സമയത്ത് അത് ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ സ്വസ്ഥം സമാധാനമായിട്ടുള്ളൊരു ലൈഫിലേക്ക് പോവും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കുഞ്ചീന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഓടി വരും കേട്ടോ. ഞാനോ അല്ലെങ്കിൽ ചുച്ചുക്കുട്ടിയോ വിളിച്ചു കഴിഞ്ഞാൽ ഓടി അടുത്തേക്ക് ഇങ്ങനെ വരും. എന്ത് സ്നേഹമാണെന്നറിയോ, നമ്മൾ കൊടുക്കുന്ന ആഫ്റ്റർ ഓൾ കുറച്ച് ധാന്യത്തിന് അവർ തിരിച്ചു തരുന്ന ആ ഒരു നന്ദി എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. സീരിയസ്ലി നമ്മുടെ സ്ട്രെസ്സ് ഇതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ മാറാൻ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ജീവികളെ നമ്മൾ വളർത്തുമ്പോൾ അവർ തിരിച്ചു തരുന്ന ആ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ കുറച്ച് നേരത്തിനെങ്കിലും നമുക്കൊരു നല്ലൊരു ആശ്വാസം കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇത്താത്താക്ക് എത്ര കാലം നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്നോ അത്രയും കാലം സമാധാനത്തോടു കൂടി ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ഞങ്ങൾ ഉപയോഗിക്കുന്ന സൗകര്യങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെറുതാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന പോലെയുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മളിവിടെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, പുറത്തുനിന്ന് വന്ന ഒരാളായിട്ടല്ല കണക്കാക്കുന്നത്, നമ്മുടെ തന്നെ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് തന്നെയാണ് ഇത്താത്ത ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആ എനിക്കും എൻ്റെ മക്കൾക്കും തീർച്ചയായിട്ടും വേണം. ഞാൻ പറഞ്ഞ നമ്മുടെ ട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വാഹനം ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.